മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നാട്ടിൽ നിന്ന് ഞങ്ങൾ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. കർത്താവ് ഒരു നാട്ടിൽ ചെന്നപ്പോൾ എന്താണ് പറയുക, അവിടെ അശുദ്ധാത്മാവും ബാധിച്ച ഒരു മനുഷ്യനെ കാണുകയും ആ അശുദ്ധാത്മാവിനെ കർത്താവ് അവനിൽ നിന്നും ശാസിച്ച് ഓടിക്കുകയും ചെയ്തപ്പോൾ ആ അശുദ്ധാത്മാവ് ദൈവത്തോട് പറഞ്ഞതാണ്, നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. മനസ്സിലായോ? ഈ എന്താണ് പറയുക, ഇതുപോലെ പൈശാചികമായൊരു ബന്ധനത്തിൽ കഴിയുന്ന കുറച്ച് ആൾക്കാരെയാണ് കർത്താവ് കാണിച്ചിരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് എന്താണ് പറയുക, വൈരാഗ്യ ബുദ്ധി ഒരു പൈശാചിക ബന്ധനമാണ്. കാരണം കർത്താവിന് വൈരാഗ്യമല്ല, ദൈവം സ്നേഹമാണ്, ദയയാണ്, ദീർഘക്ഷമയാണ്, മഹാകരുണയും ആണ് ദൈവം തമ്പുരാൻ. വൈരാഗ്യ ബുദ്ധി കർത്താവിൻ്റെ അല്ല. മനസ്സിലായോ? അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഈ വൈരാഗ്യ ബുദ്ധി എന്താണ് പറയുക, പിശാചിൽ നിന്ന് വരുന്നതാണ്. കുബുദ്ധി, അതായത് എങ്ങനെ തന്ത്രത്തിൽ കൂടി മറ്റുള്ളവരെ വീഴ്ത്താം, ദ്രോഹിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. കാരണം പിശാച് തന്ത്രശാലിയാണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പറയാം, പകയും വിദ്വേഷവും അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ അതിനെയൊക്കെ ശാസിച്ചോടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ ലോകത്ത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലേക്ക് പകയും വിദ്വേഷവും വൈരാഗ്യം കയറുന്നത് കൊണ്ടാണ്, പിശാച് ആ ബാധ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് പല സംഭവങ്ങളും നടക്കുന്നത്. വ്യഭിചാരം ഒരു പൈശാചിക ബന്ധനമാണ്. മനസ്സിലായോ? വ്യഭിചാര പിശാച് ഈ ലോകത്തുണ്ട്. അത് ഒരു മനുഷ്യനെ ബാധിക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ അവർക്ക് കഴിയുന്നത്. അതൊരു പൈശാചികമായൊരു ബന്ധനമാണ്. അല്ലാതെ അതൊരു സന്തോഷമുള്ള കാര്യമില്ല. ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ള സ്വഭാവമല്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം പിശാചിൽ നിന്നുള്ള സ്വഭാവമാണ്. അപ്പം ഇത്തരം ബാധകൾ പിടികൂടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരെ കർത്താവിനെ കാണിച്ചിരുന്നുണ്ട്. തമ്പുരാൻ പറയുന്നു, ഇപ്പോൾ തന്നെ ആ അശുദ്ധാത്മാക്കൾ നിങ്ങളിൽ നിന്ന് നീങ്ങി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു, സകല അശുദ്ധ ബാധകളും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആമേൻ. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത്തരം സ്വഭാവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ അപ്പോൾ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കുക. കാരണം ഒരാൾക്ക് മറ്റൊരാളോട് പകയും വിദ്വേഷവും വെറുപ്പും ഉണ്ടാകാൻ പാടില്ല. അത് വളർന്ന് പ്രതികാരമായി മാറുകയും ആ പ്രതികാര ബുദ്ധി അവർക്ക് നേരെ നമ്മളിൽ കൂടി ഏതു തരത്തിൽ വേണേലും പുറപ്പെടാം. മനസ്സിലായോ? ഇനി ലോകത്ത് എന്തെല്ലാം അക്രമങ്ങളാണ് നടക്കുന്നത്. അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കള് അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരങ്ങൾ ഇതൊക്കെ ഒരു പൈശാചികമായൊരു പ്രവൃത്തിയാണ്. അതിൽ നിന്നും വിട്ടുമാറാൻ, കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമായിട്ട് അതിനെ വർദ്ധിപ്പിച്ച് അഴിയുണ്ടാക്കുന്ന ചില ആൾക്കാരെ കർത്താവ് കാണിച്ചുകൊണ്ട് പിന്നെ അതിനകത്തൊരു സമാധാനക്കേട്. അവർ ചിന്തിക്കും, ദൈവം ഒരു നിസ്സാര പ്രശ്നമല്ലേ ഇവിടെ സംഭവിച്ചുള്ളൂ, ഇത്രയും വലിയ വഴക്കുണ്ടാവാൻ എന്താ കാര്യം എന്ന് അവർ ചിന്തിക്കും. അവർക്കറിയത്തില്ല, അതൊരു പൈശാചികമായ പ്രവൃത്തിയാണ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുക, അതിൻ്റെ പേരിൽ ദിവസങ്ങളോളം കലഹം ഉണ്ടാകുക, അടിയുണ്ടാക്കുക കുടുംബത്തിനകത്ത്. ഇതൊരു പൈശാചിക പ്രവൃത്തിയാണ്. കലഹ പിശാച് അവരുടെ കുടുംബത്തിനകത്ത്, അവരുടെ ഹൃദയത്തിനകത്ത് കയറുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനാൽ ഇത്തരം സ്വഭാവങ്ങൾ ഒരു മനുഷ്യനുണ്ടായാൽ അപ്പോൾ തന്നെ അതിനെ ശാസിച്ച് മാറ്റുക, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് വരും. ആമേൻ. ഇതിന് മത്തായി സുവിശേഷം 5:25 പറയുന്നു, 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി നിന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് വന്നിട്ട് ബ്ലീഡിങ്ങിൻ്റെ ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന കുറച്ച് ലേഡീസിനെ കർത്താവിന് കാണിച്ചിരുന്നു. ദൈവം തമ്പുരാൻ പറയുന്നു, ഇപ്പോൾ തന്നെ ആ ഫൈബ്രോയിഡിൻ്റെ രോഗബാധയെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ എടുത്തു മാറ്റുന്നു. ആമേൻ. നിങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകി സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കും. ആമേൻ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.